പിശാചിന്റെ സേവയിലൂടെ നടത്തുന്ന ചില ഗൂഢപ്രവർത്തനങ്ങൾക്കാണ് സിഹർ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? പിശാചിന്റെ സേവയിലൂടെ നടത്തുന്ന ചില ഗൂഢപ്രവർത്തനങ്ങൾക്കാണ് സിഹർ എന്ന് പറയുന്നത്. പാഠപുസ്തകം കേന്ദ്രം പിശാചിന്റെ സേവയുണ്ട്. അതിലൂടെ നടത്തുന്ന ഗൂഢപ്രവർത്തനമാണ് സിഹർ. സിഹറിന്റെ പിന്നിൽ പിശാചുണ്ട്. ഇത് പാഠപുസ്തകത്തിൽ എങ്ങനെ വന്നു? ഖുർആനിന് കിട്ടി, ഹദീസിന് കിട്ടി, അങ്ങനെയാണ് വന്നത്. അപ്പൊ സിഹറിന്റെ പിന്നിൽ പിശാചാണ്. പിശാചിനെ കാണാൻ കഴിയുന്നില്ല. കാണാൻ കഴിയാത്തത് സഹായിച്ച് ശിർക്ക് തന്നെ. അതുകൊണ്ട് സിഹർ പലിക്കുന്ന ശിർക്കായി. അതാണ് മൗലവി വിഭാഗക്കാർ, മുശ്രിക്കുകൾ. സഹോദരങ്ങളെ, ഈ വിഷയത്തിലുള്ള തീരുമാനം എന്താണ്? ഒരു നിഷ്പക്ഷനായ വ്യക്തി ചോദിക്കുകയാണ്. ഞാനും കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. മൗലവി വിഭാഗക്കാർ മുശ്രിക്കുകളെന്ന്. ഇപ്പോൾ ലയിച്ചതിനു ശേഷം കേന്ദ്രം നേതാവായി മാറിയ, സ്ഥിരം കേന്ദ്രം പ്രസിദ്ധീകരണമായ ശബാബിൽ സ്ഥിരം കോളങ്ങൾ കൈകാര്യം ചെയ്യുന്ന അബ്ദുസ്സലാം സുല്ലമി എന്ന കേന്ദ്രം നേതാവ് 2007 മൗലവി വിഭാഗക്കാർ മുശ്രിക്കുകളെന്ന് നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു വിഭാഗത്തെ കുറിച്ച് മുശ്രിക്ക് എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ഐക്യപ്പെട്ടല്ലോ, 11 മാസക്കാലം ചർച്ച ചെയ്തല്ലോ. ഈ വിഷയത്തിൽ എന്താണ് തീരുമാനം? തീരുമാനത്തിന് 2 സാധ്യതയുള്ളൂ. ഒന്ന്, AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ആ വിശ്വാസം, കേന്ദ്രമിന്റെ ആ വിശ്വാസം ശിർക്ക് തന്നെ. അതുകൊണ്ട് മരിക്കാത്ത മനുഷ്യന്മാരൊക്കെ തിരുത്തിക്കോളൂ. 2, അബ്ദുസ്സലാം സുല്ലമിക്ക് പിഴവ് പറ്റിയതാണ്. ഖുർആനിനെതിരായ വാദമാണത്, ഹദീസിനെതിരായ വാദമാണത്. ഇതിൽ രണ്ടിലൊന്നും സംഭവിക്കണ്ടേ? രണ്ടും സംഭവിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായും ചിലർ പറയുന്നു, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്, ഞങ്ങൾ 2 സംഘടനകളുടെ കുടുംബ പ്രശ്നമാണ്. കുടുംബ പ്രശ്നമാണെങ്കിൽ എന്തിനായിരുന്നു 14 കൊല്ലക്കാലം അങ്ങാടിയിൽ ജനങ്ങളോട് പറഞ്ഞത്? അതുകൊണ്ടാണല്ലോ കോഴിക്കോട് പത്രസമ്മേളനത്തിൽ പത്രക്കാരൻ ചോദിച്ചു, അല്ല സിഹ്റ് പലിക്കോ ഇല്ലേ? പത്രക്കാര് വരെ പഠിച്ചു സിഹ്റ്. കാരണം എന്താ? മഹാപാപങ്ങളിൽ, ലോകത്തുള്ള ഏറ്റവും വലിയ പാപങ്ങളിൽ രണ്ടാമത്തേതാ സിഹ്റ്. അത് അടുക്കള പ്രശ്നം. അത് അടുക്കള പ്രശ്നമല്ല. ലോകത്തൊരു മനുഷ്യന് സിഹ്റ് ചെയ്യാൻ പാടില്ല, ചെയ്യിപ്പിക്ക കാഫറായി പോകും. അതുകൊണ്ട് അമുസ്ലിമീങ്ങളോട് പോലും സിഹ്റ് അബദ്ധമാണ് കേട്ടോ, ചെയ്യരുത് കേട്ടോ എന്ന് പറയേണ്ടവരാ മുസ്ലിമീങ്ങൾ. അതുകൊണ്ടാണ് ഐക്യസമ്മേളനം പ്രഖ്യാപിക്കുന്ന പത്രസമ്മേളനത്തിൽ ഡിസംബർ 5-ാം തീയതി പത്രപ്രവർത്തകൻ ചോദിച്ചു, സിഹ്റ് പലിക്കുമോ ഇല്ലേ? കേരള ജംഇയ്യത്തുൽ ഉലമ നേരത്തെ തീരുമാനമെടുക്കുകയും 2011 വരെ ശാഖകളിലെ വരെ എത്തിച്ച പുസ്തകം, വിവാദ പുസ്തകത്തിൽ പക്ഷേ ഈ വശം സത്യമാണ് പറഞ്ഞത്. എന്ത്? സിഹ്റിൽ ഹഖീഖത്തുണ്ട്. അത് ബഹുമാന്യനായ TP അബ്ദുൽ ഖായം അതിന് തുറന്നു പറഞ്ഞില്ല. ആ ഹക്ക് തുറന്നു പറഞ്ഞാൽ പത്രസമ്മേളനത്തിൽ ഉള്ള ചിലർ ഒരുപക്ഷെ എഴുന്നേൽത്തേക്കാം. മൈക്ക് പിടിച്ചു വാങ്ങിയിട്ട് TP പറയുന്ന മറുപടിക്ക് മറ്റൊരു മറുപടി പറയും. സിഹ്റിൽ ഹഖീഖത്തുണ്ട് എന്ന് പറഞ്ഞു കരുതിയ ഒരു പക്ഷേ CP ഉമർ സുല്ലമിയോ ബഹുമാന്യനായ മടവൂര് അത് TP പറഞ്ഞത് ശരിയല്ല, അത് ശരിയല്ല എന്ന് പറയും. അപ്പൊ പിന്നെ ഐക്യത്തിന്റെ പത്രസമ്മേളനം പൊളിയും. അത് അദ്ദേഹം പറഞ്ഞു, അത് കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ചു പറയും. ഇപ്പൊ തീരുമാനമായിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഒരു പത്രസമ്മേളനത്തിൽ തന്നെ എല്ലാം പറയാൻ പറ്റുമോ? അപ്പൊ ഉടൻ TP പറഞ്ഞു, 20-ാം തീയതി കോഴിക്കോട്ട് കടപ്പുറത്ത് എല്ലാം വിശദീകരിക്കും. അപ്പൊ പിന്നെ എല്ലാവരും ഉണ്ടാതിരുന്നു. എല്ലാവരും റെഡിയായിട്ട് കോഴിക്കോട്ടേക്ക് പോയി. കോഴിക്കോട്ടേക്ക് പറഞ്ഞു ജിന്ന്, അപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ പറയും. സിഹ്റ് അപ്പൊ പറയും. ഹദീസ് നിഷേധം, ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത് വിശദീകരണമല്ല, ഇതൊരു മഹാസംഭവമാണ്. കഴിഞ്ഞ കഥ ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ആളുകളുടെ മുഖം വിവർണമായി, നിരാശയായി. അപ്പൊ സഹോദരങ്ങളെ, ഇതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള തീരുമാനം എന്താണ്? അത് അറിയുവാൻ, പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ ആളുകൾക്ക് നോട്ടീസ് ലാസ്റ്റ് കൊടുക്കാം. ലാസ്റ്റ് കൊടുക്കട്ടോ, ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ. അപ്പോ ഈ വിഷയത്തിലുള്ള തീരുമാനം, ആ തീരുമാനം എന്താണ് എന്നത് സ്വാഭാവികമായ അന്വേഷണം സാധാരണക്കാരായ ആളുകളിൽ നിന്നും ഉണ്ടാകും.